ഗുഡ് മോർണിംഗ്. അടുത്ത ടോപ്പിക്ക് നമ്മളടുത്ത് നോക്കാൻ പോകുന്നത് സ്റ്റാക്കിനെ കുറിച്ചാണ്. സ്റ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റയാണ് സ്റ്റോർ ചെയ്യാൻ തന്നെ യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ് സ്റ്റാക്ക്. സ്റ്റാക്കിലെ പ്രിൻസിപ്പിൾ ലിഫോ പ്രിൻസിപ്പിൾ വെച്ചാണ് സ്റ്റാക്ക് വർക്ക് ചെയ്യുന്നത്. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. സ്റ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലീനിയർ ഡേറ്റ സ്ട്രക്ചറാണ്. സ്റ്റാക്ക് ഈസ് എ ലിസ്റ്റ് ഓഫ് എലമെൻറ്റ്സ് in which an element may be insert or delete only at one end. It's called top of the stack. സ്റ്റാക്കിലേക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിലും ഇൻസേർട്ട് ചെയ്യണമെങ്കിലും ഒരു എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യണമെങ്കിലും ഡിലീറ്റ് ചെയ്യണമെങ്കിലും ഒരു എൻഡ് വഴിയാണ് പറ്റുള്ളൂ. ആ എൻഡിൻ്റെ പേരാണ് ടോപ്പ്. സ്റ്റാക്ക് വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ലിഫോ പ്രിൻസിപ്പിൾ, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഒരു സ്റ്റാക്കിൻ്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരു ബുക്ക് വെച്ചേക്കണ ഒരു എക്സാമ്പിൾ. നമ്മൾ ബുക്ക് ഒന്നിൻ്റെ മുകളിൽ ഒരു ബുക്കിൻ്റെ മുകളിൽ അടുത്ത ബുക്കിൻ്റെ മുകളിൽ അടുത്ത ബുക്ക്, അങ്ങനെ ഒന്നിൻ്റെ മുകളിലായിട്ടാണ് വെക്കുന്നത്. ആ സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ് സ്റ്റാക്കിൽ യൂസ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ അകത്തുനിന്ന് ഒരു ബുക്കിനെ എടുക്കണമെങ്കിലോ ഏറ്റവും മുകളിലത്തെ ബുക്കിൽ നിന്നാണ് നമുക്ക് എടുത്തു തുടങ്ങാൻ പറ്റുള്ളൂ. ഏറ്റവും അടിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അത് ഫുൾ പൊളിഞ്ഞു പോകും. അപ്പോൾ ഏറ്റവും മുകളിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ആ സെയിം പ്രിൻസിപ്പിളാണ് സ്റ്റാക്കിൽ യൂസ് ചെയ്യണത്. ലിഫോ പ്രിൻസിപ്പിൾ, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഇനി സ്റ്റാക്കിലെ ഓപ്പറേഷൻസാണ് നോക്കുന്നത്. 2 ഓപ്പറേഷൻസാണ് സ്റ്റാക്കിലുള്ളത്, പുഷും പോപ്പും. പുഷ് എന്ന് പറയണത് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും പോപ്പ് എന്ന് പറയണത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും. നമ്മൾ പുഷ് ചെയ്യുന്ന സമയത്ത് സ്റ്റാക്ക് ഓവർഫ്ലോ ആണോ ചെക്ക് ചെയ്യണം. സ്റ്റാക്ക് എപ്പോഴാണ് ഓവർഫ്ലോ ആവുന്നത്? ആ സ്റ്റാക്കിൻ്റെ അകത്ത് വാല്യൂസ്, അതായത് സ്റ്റാക്കിൻ്റെ സൈസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സൈസിനേക്കാളും കൂടുതൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ നേരത്താണ് സ്റ്റാക്ക് ഫുള്ളാണോ എന്ന് നോക്കുന്നത്. അതായത് ഒരു സ്റ്റാക്കിൻ്റെ സൈസ് 5 നമ്മൾ കൊടുത്തു, 5 എലമെൻറ്റിനെ നമ്മൾ ആ സ്റ്റാക്കിലേക്ക് ഇൻസേർട്ട് ചെയ്തു. 6ാമത് ഒന്നിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യണം സ്റ്റാക്ക് ഓവർഫ്ലോ ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. സ്റ്റാക്കിലേക്ക് ആ എലമെൻറ്റിനെയും കൂടി ആഡ് ചെയ്യാനുള്ള സ്പേസ് അതിൻ്റെ അകത്തുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോഴാണ് സ്റ്റാക്ക് ഓവർഫ്ലോ ആണെന്ന് പറയുന്നത്. പുഷ് ചെയ്യുന്ന സമയത്താണ് അത് നോക്കേണ്ടത്. ഇനി പോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാൻ, സ്റ്റാക്കിൽ നിന്ന് ഒരു എലമെൻറ്റിനെ ഡിലീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് പോപ്പ്. ഇനി പോപ്പ് ചെയ്യുന്ന സമയത്ത് സ്റ്റാക്ക് അണ്ടർഫ്ലോ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതായത് ആ സ്റ്റാക്കിൻ്റെ അകത്തുനിന്ന് എന്തെങ്കിലും ഡിലീറ്റ് ചെയ്യാനുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ എന്തെങ്കിലും ഡിലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ മാത്രം ഡിലീറ്റ് ഓപ്പറേഷൻ നടന്നാൽ പോരെ. അങ്ങനെ നോക്കുകയാണ് സ്റ്റാക്ക് അണ്ടർഫ്ലോ. ഇനി സ്റ്റാക്കിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് 2 മെത്തേഡ് വഴിയാണ്. അറേ വെച്ചിട്ടും പറ്റും, ലിങ്ക്ഡ് ലിസ്റ്റും വെച്ചിട്ട് പറ്റും. ഇനി നമ്മൾ ആദ്യം അറേ വെച്ചിട്ടാണ് നോക്കുന്നത്. അറേ വെച്ചിട്ട് നോക്കുമ്പോൾ ലെറ്റ് us കൺസിഡർ എ സ്റ്റാക്ക് വിത്ത് 6 എലമെൻറ്റ്സ് കപ്പാസിറ്റി. സ്റ്റാക്കിൻ്റെ സൈസ് 6 ആണ്. ദിസ് ഈസ് കോൾഡ് ദ സൈസ് ഓഫ് ദ സ്റ്റാക്ക്. ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ടു ബി ആഡഡ് ഷുഡ് നോട്ട് exceed the minimum size of the stack. If we attempt to add a new element beyond the maximum size, we will encounter a stack overflow condition. Similarly, you cannot remove elements beyond the base of the stack. If such is the case, we will reach a stack underflow condition. അതായത് പുതിയൊരു വാല്യൂവിനെ ഇൻസേർട്ട് ചെയ്യാൻ നേരത്ത്, പുഷ് ചെയ്യാൻ നേരത്ത് നമ്മൾ ആദ്യം നോക്കണം അതിൻ്റെ അകത്തേക്ക് ആ വാല്യൂയും കൂടി ഇൻസേർട്ട് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടോ എന്ന് നോക്കണം. അങ്ങനെ ഇല്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യമാണ് സ്റ്റാക്ക് ഓവർഫ്ലോ എന്ന് പറയുന്നത്. ഇനി നമ്മളൊരു വാല്യൂവിനെ ഡിലീറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ആ സ്റ്റാക്കിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം ആദ്യം. ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. അങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ ഒന്നും ഇല്ലെങ്കിൽ നടക്കണതാണ് അണ്ടർഫ്ലോ. മുകളിൽ കൊടുത്തിരിക്കുന്ന all insertion and deletions take place at the same end. So the last element added to the stack will be the first element removed from the stack. അതായത് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നതും ഡിലീറ്റ് ചെയ്യുന്നതും ഒരെൻഡിക്കോടെ ആയതുകൊണ്ട് നമ്മളിപ്പോൾ ലാസ്റ്റ് ഒരെണ്ണത്തിനെ ഇൻസേർട്ട് ചെയ്തു. ആ ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്തതിന് തന്നെയാണ് നമുക്ക് ആദ്യം ഡിലീറ്റ് ചെയ്യാനും പറ്റുന്നത്. രണ്ടും ഒരെൻഡിലായതുകൊണ്ട്. when a stack is created, the stack base remains fixed while the stack top changes as elements are added and removed. നമ്മൾ ആഡ് ചെയ്യുന്നതും റിമൂവ് ചെയ്യുന്നതും നമ്മൾ പുഷ് ചെയ്യുമ്പോഴും പോപ്പ് ചെയ്യുമ്പോഴും അതിൻ്റെ ആ ടോപ്പാണ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്.
സ്റ്റാക്ക് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. അതിൻ്റെ ടോപ്പ് വാല്യൂ ആണ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. അതൊരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. ഇനി നമ്മൾ അറേ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ്, അതായത് ഓർഡേർഡ് സീക്വൻഷ്യലി നമ്മൾ ഡാറ്റേനെ സ്റ്റോർ ചെയ്ത് വയ്ക്കുക. ഒരു ഓർഡറിൽ 1 കഴിഞ്ഞിട്ട് 2, 2 കഴിഞ്ഞിട്ട് 3 അങ്ങനത്തെ ഓർഡറിലാണ് നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്. അത് ഓർക്കണം അറേയുടെ കേസിൽ. ഇനി പുഷ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പുഷ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാക്കിലേക്ക് വാല്യൂവിനെ, അതായത് ഡാറ്റേനെ ഇൻസേർട്ട് ചെയ്യുന്നതിനാണ് പുഷ് ചെയ്യാന്ന് പറയുന്നത്. അങ്ങനെ ഇൻസേർട്ട് ചെയ്യാൻ നേരത്ത് നമ്മളൊരു ടോപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ടോപ്പ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വാല്യൂ ഇൻസേർട്ട് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും നമ്മൾ ഉപയോഗിക്കുന്ന എൻഡാണ് ടോപ്പ് എൻഡ്. നമ്മൾ അറേ വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. അറേ വെച്ചിട്ടെടുക്കുമ്പോൾ ആദ്യം ഈ ടോപ്പിൻ്റെ വാല്യൂ നമ്മൾ -1 ആയിട്ട് സെറ്റ് ചെയ്തു. അറേ ഇനിഷ്യലൈസ് ചെയ്യുന്ന സ്റ്റാക്ക് ഇനിഷ്യലൈസ് ചെയ്യുന്ന കൂട്ടത്തിൽ ഈ ടോപ്പിൻ്റെ വാല്യൂ -1 ആയിട്ട് സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുഷ് ഓപ്പറേഷൻ നടക്കുക. പുഷ് ഓപ്പറേഷൻ നടക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ടോപ്പിൻ്റെ വാല്യൂ 1 കൂട്ടണം. ടോപ്പിൻ്റെ വാല്യൂ 1 കൂട്ടുമ്പോൾ -1 നിന്ന് 0യിലേക്ക് വന്നു. 0യിലേക്ക് വന്നു കഴിഞ്ഞിട്ടാണ് സ്റ്റാക്ക് ഓഫ് ടോപ്പിൻ്റെ വാല്യൂ ഇപ്പോൾ എത്രയാണ്? 0. അപ്പോൾ സ്റ്റാക്ക് ഓഫ് ടോപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റാക്ക് ഓഫ് 0യിലേക്ക് നമ്മൾ അരയ്ക്കകത്ത് വാല്യൂ ഇൻസേർട്ട് ചെയ്യില്ലേ, ആ സെയിം മെത്തേഡ് തന്നെ സ്റ്റാക്ക് ഓഫ് ടോപ്പിലേക്ക് നമ്മൾ ഫസ്റ്റ് വാല്യൂവിനെ 11നെ ഇൻസേർട്ട് ചെയ്തു. 11നെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടോ അടുത്തത് ഒരു വാല്യൂയും കൂടി എൻ്റെ അടുത്ത് ഇൻസേർട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ആദ്യം ചെക്ക് ചെയ്യണം. ആദ്യം ചെക്ക് ചെയ്യേണ്ടത് എന്താ? സ്റ്റാക്ക് ഓവർഫ്ലോ ആണോ എന്ന് ചെക്ക് ചെയ്യണം. സ്റ്റാക്ക് ഓവർഫ്ലോ ആണോ എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ടോപ്പിൻ്റെ വാല്യൂ 1 കൂട്ടണം. സ്റ്റാക്ക് ഓവർഫ്ലോ അല്ലെങ്കിൽ മാത്രം ടോപ്പിൻ്റെ വാല്യൂ 1 കൂട്ടി 0യിൽ നിന്ന് 1ലേക്ക് എത്തി. അത് കഴിഞ്ഞിട്ട് സ്റ്റാക്ക് ഓഫ് ടോപ്പിൻ്റെ വാല്യൂ ഇപ്പോൾ എത്രയാണ്? 1. സ്റ്റാക്ക് ഓഫ് 1ലേക്ക് എന്തിനെ കൊടുത്തു? 22നെ ഇൻസേർട്ട് ചെയ്തു. ഇനി അടുത്തത് ഒരെണ്ണം കൂടി എൻ്റെ അടുത്ത് ഇൻസേർട്ട് ചെയ്യാൻ പറഞ്ഞു. 33 എൻ്റെ അടുത്ത് ഇൻസേർട്ട് ചെയ്യാൻ പറഞ്ഞു. 33 ഇൻസേർട്ട് ചെയ്യാൻ നേരത്ത് ആദ്യം വന്നിട്ട് ഞാൻ എന്ത് നോക്കണം? സ്റ്റാക്ക് ഓവർഫ്ലോ ആണോ എന്ന് നോക്കണം. അതായത് 33യും കൂടി അതിൻ്റെ അടുത്തേക്ക് വരാനായിട്ട് സ്ഥലം ഉണ്ടോ എന്ന് വെക്കണം. ഇവിടെ സ്ഥലമുണ്ട്. ഇവിടെ സൈസ് 5. 0 തൊട്ട് 4 വരെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ സ്ഥലമുണ്ട്. സ്ഥലം ഉള്ളത് കൊണ്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ടോപ്പിൻ്റെ വാല്യൂ 1 കൂട്ടണം. 1ൽ നിന്ന് 2 ആയി ടോപ്പിൻ്റെ വാല്യൂ. അതിൻ്റെ സ്റ്റാക്ക് ഓഫ് ടോപ്പിൻ്റെ വാല്യൂ ഇപ്പോൾ എത്ര? 2. സ്റ്റാക്ക് ഓഫ് 2യിലേക്ക് 33നെ ഇൻസേർട്ട് ചെയ്തു. ഇങ്ങനെയാണ് പുഷ് ഓപ്പറേഷൻ സ്റ്റാക്കിൻ്റെ അകത്ത് അറേ വെച്ചിട്ട് ചെയ്യുന്നത്. ഇനി പോപ്പ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമ്മൾ പുഷ് ചെയ്യുന്ന സമയത്ത് ടോപ്പിനെ ഇൻക്രിമെൻ്റ് ചെയ്താണ് പോകുന്നത്. പോപ്പ് ചെയ്യുമ്പോൾ ടോപ്പിൻ്റെ വാല്യൂ 1 കുറച്ച് വരണം. നമ്മൾ ഇപ്പോൾ ഈ 33നെ പോപ്പ് ചെയ്യാൻ പറയുക. 33നെ പോപ്പ് ചെയ്യാൻ പറയുമ്പോൾ ആദ്യം നമ്മൾ ആ സ്റ്റാക്ക് എംപ്റ്റി ആണോ എന്ന് ചെക്ക് ചെയ്യണം. അത് എംപ്റ്റി ആണോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? സ്റ്റാക്ക് അണ്ടർഫ്ലോ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതായത് ഈ ടോപ്പിൻ്റെ വാല്യൂ നമ്മൾ എംപ്റ്റി ആവുന്ന കേസിൽ നമ്മൾ ആദ്യം തന്നെ സ്റ്റാക്ക് ഇനിഷ്യലൈസ് ചെയ്യുമ്പോൾ ആ സ്റ്റാക്ക് എംപ്റ്റിയാണ്. അന്നേരം ടോപ്പിൻ്റെ വാല്യൂ -1. അപ്പോൾ ഈ ടോപ്പിൻ്റെ വാല്യൂ -1 എത്തുമ്പോഴാണ് നമ്മളുടെ ഈ സ്റ്റാക്ക് എംപ്റ്റി ആവുന്നത്. അപ്പോൾ ആദ്യം അത് ചെക്ക് ചെയ്യണം. ടോപ്പിൻ്റെ വാല്യൂ -1 ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇവിടുത്തെ കേസിൽ അല്ല, ടോപ്പിൻ്റെ വാല്യൂ 3 ആണ് കിടക്കണേ. അപ്പോൾ അതുകൊണ്ട് 3 ആയതുകൊണ്ട് ഇതിൻ്റെ അകത്തുനിന്ന് ഡിലീറ്റ് ചെയ്യാനുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അന്നേരം ടോപ്പിൻ്റെ വാല്യൂ 1 കുറയാൻ പറഞ്ഞു. ടോപ്പിൻ്റെ വാല്യൂ നേരെ 3യിൽ നിന്ന് 2ലേക്ക് വന്നു. അപ്പോൾ ആ 33 അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യും. അങ്ങനെയാണ് പോപ്പ് ചെയ്യുന്ന സമയത്ത് ടോപ്പിൻ്റെ വാല്യൂ 1 കുറഞ്ഞാണ് വരുന്നത്. ഇനി സ്റ്റാക്കിൻ്റെ അകത്ത് സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഡാറ്റേനെ സ്റ്റോർ ചെയ്ത് വയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് സ്റ്റാക്ക്. ഇനി സ്റ്റാക്കിൻ്റെ അകത്ത് അറേ വെച്ചിട്ട് ചെയ്യുമ്പോൾ സ്റ്റാക്കിന് 2 ഓപ്പറേഷൻസ് ഉണ്ട്. പുഷ് ഉണ്ട്, പോപ്പ് ഉണ്ട്. പുഷ് ഇൻസേർട്ട് ചെയ്യാനും പോപ്പ് ഡിലീറ്റ് ചെയ്യാനും. പുഷ് ചെയ്യുന്ന സമയത്ത് ടോപ്പിൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യും. പോപ്പ് ചെയ്യുന്ന സമയത്ത് ടോപ്പിൻ്റെ വാല്യൂ ഡിക്രിമെൻറ്റ് ചെയ്യും. ഇനി പുഷ് ചെയ്യുന്ന സമയത്ത് സ്റ്റാക്ക് ഓവർഫ്ലോ ആണോ എന്ന് ചെക്ക് ചെയ്യണം. പോപ്പ് ചെയ്യുന്ന സമയത്ത് സ്റ്റാക്ക് അണ്ടർഫ്ലോ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇതാണ് മെയിനായിട്ട് വരുന്ന 2 ഓപ്പറേഷൻസ്. ഇനി സ്റ്റാക്കിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് ആണ് ഇവിടെ പറയുന്നത്. സ്റ്റാക്ക് ഈസ് യൂസ്ഡ് ടു വാലുവേറ്റ് പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻസ്. സ്റ്റാക്ക് ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് ആൻഡ് ഇൻഫിക്സ് എക്സ്പ്രഷൻ ഇൻറ്റു പോസ്റ്റ്ഫിക്സ് ഓർ പ്രിഫിക്സ് ഫോം. ഇത് സ്റ്റാക്കിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് പറയുന്നത്. ഇനി അടുത്ത മെത്തേഡാണ് ക്യൂ എന്ന് പറയുന്ന മെത്തേഡ് അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, താങ്ക് യു.